والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد الذي يوسوس في صدور الناس എന്ന ആയത്തിന്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതിൽ സ്വതർ എന്താണ് എന്നും കൽബ് എന്താണ് എന്നും കൽബും സ്വതറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നും മനുഷ്യരുടെ സ്വതറിൽ ശൈത്താൻ വസ്വാസം ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് അവർ സ്വതർ എന്ന് പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ സ്വതർ എന്ന് പറഞ്ഞാല് അത് ഒരു വിശാലമായ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലുള്ള കുറെ അറകളാണ് കൽബ്. അപ്പം ആ അറകളിലേക്ക് എന്തെങ്കിലും പ്രവേശിക്കണമെങ്കിൽ ആദ്യം സ്വതറിൽ വരണം. അതുകൊണ്ടാണ് സ്വതർ വിശാലമാകുക, സ്വതർ വയ്യത്താകുക, കുടുസുള്ളതാകുക എന്നൊക്കെ ഖുർആൻ പ്രയോഗിച്ചത്. കുടുസുള്ളതാകുക, വിശാലമാകുക, കുടുസുള്ളതാകുക എന്നൊക്കെ അള്ള പ്രയോഗിച്ചത് സ്വതറിനെ പറ്റിയാണ്. അപ്പം അവിടേക്ക് ആദ്യം കടന്നെങ്കിൽ മാത്രമേ, സ്വതറിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ഈ ഹൃദയത്തിനകത്തേക്കുള്ള കാര്യങ്ങൾ പ്രവേശിക്കുള്ളൂ. അല്ലെങ്കിൽ സ്വതറിലേക്ക് തീരെ കടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അത് കടന്നു കഴിഞ്ഞാൽ, സ്വതറിൽ കടന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? കൽബിലേക്ക് അത് പ്രവേശിക്കും. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ഈ ആശയത്തിന്റെ വിശാലത നമുക്ക് ബോധ്യപ്പെടും. അതിനാണ് നമ്മളിത് പഠിക്കണം. അപ്പൊ കൽബുമായി ബന്ധപ്പെട്ട ഖുർആനിലെ ചില പ്രയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇതിലിപ്പോ നമ്മൾ എത്രണ്ണം പറഞ്ഞു ഒന്ന് വായിക്കാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? കൽബ് കൽബ് മുത്മഇന്നാണെന്ന് പറഞ്ഞു. 1 2 ഗഫലത്താണ്, ഗഫൽനാ കൽബഹു എന്ന് പറഞ്ഞു. പിന്നെ യഹ്ദി കൽബഹു എന്ന് പറഞ്ഞു. പിന്നെ കൽബിന്റെ മറന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ കൽബിന്റെ കൽബ് മുത്മഇന്നാന്ന് പറഞ്ഞു, കൽബിന്റെ ഗഫലത്ത് പറഞ്ഞു, കൽബിന്റെ മറന്ന് പറഞ്ഞു, കൽബിന്റെ ഹിദായത്ത് പറഞ്ഞു അല്ലെ. പിന്നെ റബത്തിന് റിബാത്ത്, കൽബിന്റെ റിബാത്ത് പറഞ്ഞു, റബത്തിനെ ആലാകുലി. പിന്നെ കൽബൈനി എന്നൊരു അവസ്ഥ മനുഷ്യനില്ല എന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. പിന്നെ കൽബിന്റെ മറ്റൊന്നാണ് വലിയമാവുക എന്നുള്ളത്, കഠിനമാവുക എന്നുള്ളത് ഹൃദയത്തിന്റെ അവസ്ഥ. പിന്നെ കൽബ് സലീമാവുക എന്നുള്ളത് പറഞ്ഞു. അതിലേക്ക് കൽബ് സലീമാവുക എന്നതിലേക്ക് നമ്മൾ 2 ആയത്തുകൾ, ഖുർആനിലെ 2 ആയത്തുകൾ പറഞ്ഞു അല്ലെ. ഇനി ഈ അടുത്ത ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. അതെന്താന്ന് ചോദിച്ചാൽ, ഈ കൽബ് സലീമാണ് എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് ഒരു സംഭവമുണ്ട്, ഒരു ചരിത്ര സംഭവം പറയുന്നത്. ആ സംഭവം നമ്മൾ പലതവണ കേട്ടതാണ്, എന്നാലും ആ സംഭവം അതിലേക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയും. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നബി സഹാബികൾ കൂടി ഇരിക്കുമ്പോൾ നബി പറഞ്ഞു, ഇപ്പോൾ ഇങ്ങോട്ട് ഒരാൾ കടന്നു വരും, ഇങ്ങോട്ട് ഒരാൾ കടന്നു വരും. ആ കടന്നു വരുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ആള് സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു, സ്വർഗക്കാരനാണെന്ന് പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹാബി എവിടേക്ക് വന്നു. അദ്ദേഹത്തിന്റെ നീളമുള്ള താടി, അത് വധുവിന്റെ വെള്ളം ഒരു നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സഹാബി എവിടേക്ക് കടന്നു പോകും. അങ്ങനെ സഹാബികൾ അദ്ദേഹത്തെ നോട്ടം കുറിച്ചു, അദ്ദേഹത്തെ മനസ്സിലാക്കി വെച്ചു. പിന്നെ തൊട്ടടുത്ത ദിവസം നബി ഇതേ കാര്യം പറഞ്ഞു. ഒരു ആള് വരും, കടന്നു വരും, അയാളും സ്വർഗാവകാശിയാണ്. അപ്പൊ ഇന്നലെ ഒരാളെ പറ്റി പറഞ്ഞു, ഇന്നത്തെ ആരായിരിക്കും, ആരെപ്പറ്റിയാണ്, ആ മഹാഭാഗ്യവാൻ ആരാണ് എന്ന് അറിയാൻ വേണ്ടി അവരിന്ന് സഹോദരിക്കുകയാണ്. അപ്പോ കടന്നു വന്നത് ഇന്നലെ വന്നതേ സഹാബി, രണ്ടാമത്തെ ദിവസം വന്നത് ഒരേ സഹാബി. അപ്പൊ അംറബിൻ ആസ് അല്ലാഹു ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള സഹാബി. അപ്പൊ അദ്ദേഹം സഹാബികൾ പൊതുവെ എന്താണെന്ന് വെച്ചാൽ വിശദാംശം എന്തൊരു കാര്യം പറഞ്ഞാൽ അപ്പം അത് അവർക്ക് കിട്ടണം.
അതായത് അവരുടെ ജീവിത രീതി എന്താണെന്ന് വെച്ചാല് ഒരു നല്ല കാര്യം പറഞ്ഞാല് അവർക്കിടയിലുള്ള മത്സരം അത് ആദ്യം എടുക്കണം ഞാനായിരിക്കണം. ഇപ്പൊ ഒരു തിന്മ ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അവർക്ക് ഇടയിലുള്ളതാണെങ്കിൽ അത് ആദ്യം ഒഴിവാക്കുന്ന ആള് ഞാനാകണം എന്നൊരു നിഷ്ഠ ആർക്കുണ്ടായിരുന്നു? ഈ സ്വഹാബികൾക്കൊക്കെ ഉണ്ട്. അപ്പൊ അമൃതാസുണ്ടാവുന്ന അനുഭവം ഈ വ്യക്തി അപ്പം ഈ നബി 2 ദിവസം പറഞ്ഞല്ലോ. അപ്പൊ നബിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അത് മറച്ചു വെക്കാം. നബിക്ക് അത് പറഞ്ഞ കാര്യമില്ലല്ലോ. കാരണം നബിക്ക് ഇറങ്ങിയ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി പറയാം. അല്ല നബിക്ക് ആരെങ്കിലും സ്വർഗത്തേക്കാക്കാനോ പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും നരകത്തിന് രക്ഷപ്പെടുത്താനൊന്നും നബിക്ക് കഴിയില്ലല്ലോ. അള്ളാന്റെ അനുമതി കൂടാതെ ശഫാഅത്ത് ചെയ്യാനൊന്നും നബിക്ക് കഴിയില്ല. അള്ളാന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് മറച്ചു വെക്കാൻ പറ്റും. പക്ഷെ നബി നബി എന്തിനാ അത് പറഞ്ഞത് അവര് ചിന്തിച്ചു. നമുക്കൊന്നും ഇല്ലാത്തൊരു സംഗതിയാണ്. നമ്മളൊക്കെ ഒരു കാര്യം കേട്ടാല് നമ്മളെ അതിനെപ്പറ്റി 100 വട്ടം അതിനെങ്ങനെയെങ്കിലൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പിന്നെ അത് ഒന്നുകിൽ അത് തള്ളാനോ കൊള്ളാനൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഇവരങ്ങനല്ല. നബി സെമീന വാർത്തടല്ല, നബി എന്ന് പറഞ്ഞത് അപ്പടി അനുസരിക്കാനല്ല. അപ്പൊ അവരിങ്ങനെ ആലോചിച്ചു എന്തിനാ നബി ഇങ്ങനെ പറഞ്ഞത്? ഒരു വ്യക്തിനെ പറ്റിയിട്ടാണല്ലോ ഇത് പറയുന്നത്. അപ്പോ മറ്റൊന്ന് നബി ചിന്തിച്ചാന്നതാണ്. സ്വഹാബികൾക്കിടയിൽ വന്നാല് നബിനെ ശരിക്കും അവർ നല്ലോണം വാച്ച് ചെയ്യും. ഞാൻ വേറൊരു സംഭവം പറഞ്ഞു. ഇത് പഠിക്കണേ ആ സംഭവമല്ല, ഈ സംഭവമാണ്. അതൊന്നും ശരിക്കും റസൂൽ മദീനയുടെ പള്ളിയിൽ വന്നപ്പോ പിന്നെ സാബികൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടെ കൂട്ടം കൂടി ഇരിക്കുകയാണ് നബി വന്നപ്പോ. അപ്പൊ ആ ഇരുത്തെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇരുത്താണ്. ആ ഇരുത്തത്തെ പറ്റിയിട്ട് ഹദീസിൽ കാണാം. വക്കാല യസ്തത്തിൽ ബാദുഹും ബിബഅദിൻ മിനൽ ഖുർഇ. അത് ഒരാള് വേറൊരാളെ മറൂലായിരിക്കണം, ഒരാള് വേറൊരാള് മറൂലിരിക്കുക, മറവിലിരിക്കുക. അപ്പൊ എന്താ അങ്ങനെ ഇരിക്കാൻ കാരണം വെച്ചാല് ഈ നഗ്നത വെളിവാകും പോലെ. അത് ചെറിയൊരു കഷ്ണം തുണി കൊടുക്കാനുള്ളൂ, ചെറിയൊരു കഷ്ണം തുണി അവർ കൊണ്ടു കൊടുക്കാൻ, വേറെ ഒന്നുമില്ല. അത് കാരണം അവർ പാവങ്ങളാണ്. മുഹാജിറുകൾ അൻസാറുകളൊക്കെയാണ് വളരെ കഷ്ടപ്പെടുന്ന പാവങ്ങളാണ്. അപ്പൊ അവരിങ്ങനെ ഇരിക്കുന്ന ഒരാൾ വേറൊരാളെ മറവിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ നബി അങ്ങനെ വന്നത് വലിയ കുഴിയുള്ളോ മുന്നിലുണ്ട്, കുറച്ച് വലിയ കുഴിയുള്ളോ മുന്നിൽ, പിന്നെ അതിന്റെ ചെറിയുള്ള ബാക്കിൽ, പിന്നെ അതിന്റെ ഇടയിലുള്ള ബാക്കിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അടുപ്പിച്ച് കാര്യങ്ങൾ അടുപ്പിച്ച് കളിക്കുക. അപ്പൊ നബി അവിടേക്കാണ് പറഞ്ഞു. കഷ്ടപ്പാടും പ്രയാസമാണ്. നബി അവിടേക്ക് വന്ന് നബി ചോദിച്ചു മത പ്രശ്നമോ എന്തായാലും പണി ചോദിച്ചു. സലാമൊക്കെ പറഞ്ഞ് സലാമൊക്കെ മടക്കിയ ശേഷം റസൂൽ ചോദിച്ചു എന്തായാലും പണി ചോദിച്ചു മത പ്രശ്നം. അപ്പൊ ഒരു സാരി പറഞ്ഞു, ഒരു ഭയങ്കര സന്തോഷം. അവരെ മുഖത്ത് ഈ പട്ടിണിന്റെ ദാരിദ്ര്യത്തിന്റെ ഒന്നും അടയാളം ഓരോ മുഖത്തില്ല. ഓരോ മുഖത്ത് ഭയങ്കര സന്തോഷം, പ്രസരിപ്പാണ്. പട്ടിണി കിടക്കുന്നതിന്റെ വിശപ്പിന്റെ ഒന്നും പ്രയാസം ഓരോ മുഖത്തില്ല. അപ്പൊ അവര് ഭയങ്കര സന്തുഷ്ടരാണ്. അവരെ ആ ഈമാനിന്റെ ഇതുണ്ടല്ലോ അത് അവരെ മുഖത്ത് കാണാം. അപ്പൊ അവര് സന്തോഷത്തോടെ പറയും നബി എന്താ പണി ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു ഞാൻ റസൂലല്ലാ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാള് നബിയെ ഉറക്ക ഖുർആൻ ഓതുക. ഞങ്ങളെല്ലാവരും അത് ഇസ്തിമായി ചെയ്യണം, നല്ല പഠിക്കണം. ഇസ്തിമാ തന്നെ പഠിക്കണം, ശ്രദ്ധിച്ച് കേൾക്കുക പറഞ്ഞാല് ഞങ്ങളത് പഠിക്കണം. അപ്പൊ അവരുടെ ആ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അവർക്കുള്ള പണി എന്താണ്? അവരെങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ പഠിക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമായി. നബി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ നബി അവരുടെ മധ്യത്തിലായിട്ട് ഇരുന്നു എന്നാണ്. അപ്പൊ എന്തിനാന്ന് ചോദിച്ചാല് അങ്ങനെ ഇരുന്ന എന്തിനാണെന്നറിയോ? അവർക്ക് ഒരാൾക്കും നബി എന്റെ അടുത്ത് ഇരുന്നില്ലാന്ന് തോന്നാൻ പാടില്ല. എന്നിൽ നിന്ന് നബി കുറച്ച് അകലമാണ് ഇരുന്നത്, അകലം പാലിച്ചു എന്ന് അവർക്ക് തോന്നാതിരിക്കത്തക്ക വണ്ണം നബി എന്താക്കി? ഈ ഇരിക്കുന്ന എല്ലാവരോടും ഒരേ അകലം പാലിച്ച് നബി ഇരുന്നു എന്നാണ്. അപ്പൊ അതെന്താന്ന് വെച്ചാല് അവരൊക്കെ നോക്കുന്ന ആൾക്കാരാണ് ആര്? സ്വഹാബികളൊക്കെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവര് പിന്നെ ഇത്തിമായി ചെയ്യുന്നത്. നബി അവരോട് എങ്ങനെയാണ്? നബിന്റെ മുഖം എന്താണ്? നബി എന്നോട് എങ്ങനെയാണ്? അപ്പൊ അതൊക്കെ ഭയങ്കര പിന്നെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് അവരെ കണക്കൂട്ടുക. ഭയങ്കര ഒരു സംഭവമായിട്ട് അവർ കണക്കൂട്ടുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇതന്നെയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. അപ്പൊ നബിയുടെ കാരണം കൂടി വ്യക്തിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാരും സഹചരണല്ലേ, എല്ലാരും സ്വർഗം ആഗ്രഹിച്ചിട്ട് വന്നിരിക്കുന്നവരല്ലേ. അപ്പൊ നബി ഇപ്പൊ കണ്ട ആള് വരും അയാൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ വന്ന സഹാബി. രണ്ടാമത്തെ ദിവസം വന്നത് അതേ സഹാബി.
അപ്പൊ ഇവർക്കൊക്കെ എന്തുണ്ടാവും ചിലപ്പോ അതെന്തേ നബി നമ്മളെ പറ്റി പറയാത്തത്, നമ്മളെ പറ്റിയൊന്നും നബി പറഞ്ഞില്ല, നബി ഇയാളെ പറ്റിയല്ലേ പറഞ്ഞത്. അങ്ങനത്തെ ചിന്ത ആർക്ക് വരും? സഹാബികൾക്ക് വരും. പക്ഷെ ആ ചിന്തയെ അവർ പോസിറ്റീവായിട്ടാണ് കാണാം. നമുക്കുള്ള പ്രശ്നം നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കുക. അപ്പൊ ഇവരെന്താക്കി വെച്ചാൽ നബി അങ്ങനെ പറയണമെങ്കിൽ, നബി അങ്ങനെ പറഞ്ഞ ആളല്ലല്ലോ. കാരണം ഈ സംഭവം ശൈലം മധ്യത്തെ പള്ളിയിലൊക്കെ നബി എല്ലാവർക്കും നടുവിൽ ഇരുന്നത്, മധ്യത്തിൽ ഇരുന്നത് മറ്റുള്ളവർക്ക് പ്രയാസം ഫീലിംഗ് ഉണ്ടാവാതിരിക്കാനാണ്. അപ്പൊ പിന്നെ നബി എന്താ അങ്ങനെ പറഞ്ഞത്? നബി അത് ബാക്കിയുള്ളവർക്ക് ഒരു വിഷമാകുന്നുള്ള നബി എന്താ ചെയ്യണ്ടേ? ഒരാൾ സ്വർഗത്തിലാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ എന്താവും? നമ്മളെ പറ്റി പറഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവൂലേ? അപ്പൊ പിന്നെ അപ്പൊ നബി അത് പറയാതിരിക്കുക വേണ്ടത്. പക്ഷെ നബി എന്താണ് ഇങ്ങനെ പറഞ്ഞത്? അതൊരു വിഷയമുണ്ടല്ലോ. അവരത് ചിന്തിച്ചു, എന്തുകൊണ്ട് നബി അങ്ങനെ പറഞ്ഞു? അങ്ങനെ പിന്നെ എന്താക്കിയെന്നറിയോ? ഈ രണ്ടാമത്തെ ദിവസം വന്ന ഈ ഒരു സാബിന്റെ കൂടെ പിന്നാലെ കൂടി. ഒന്ന് അറിയണല്ലോ, എന്താണെന്ന് അറിയണല്ലോ. നമ്മൾ ഈ കൽബയ്ക്ക് ബന്ധമുള്ള വിഷയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടോ. നമ്മൾ പഠിക്കുന്ന കൽബുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ എന്താണെന്ന് അറിയണം. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, കൂടെ കൂടിയത്. അപ്പോ പിന്നെ ഈ അബ്ദുല്ലാസ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ കുറച്ച് ദിവസം ഉണ്ടാവും, ഞാൻ നിങ്ങളെ കൂടെ നിങ്ങളെ വീട്ടിലൊക്കെ ഗസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു സന്തോഷം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് അനുമതിയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പിന്നെ നമ്മുടെ സ്വഭാവത്തിലായിരുന്നു താമസിച്ചു. അങ്ങനെ 2 ദിവസമൊക്കെ നോക്കി എന്താണ് നമുക്കൊന്നും ഇല്ലാത്തൊരു അവരെ ഉപ്പയ്ക്ക് എന്താണെന്നുള്ളത് നോക്കി. പക്ഷെ ഒന്നും കാണില്ല, പ്രത്യേകിച്ചൊന്നും കാണില്ല. 2ാമത്തെ ദിവസം അദ്ദേഹം തീരെ ഉറങ്ങാതെ ഇരുന്ന് നോക്കി. രാത്രി തീരെ ഉറങ്ങാതെ തൈലങ്ങൾ സ്റ്റേറ്റുണ്ടാവും, പക്ഷെ അതൊന്നും കാണില്ല. ഇദ്ദേഹം രാത്രി സാധാരണ ഉറങ്ങണമായി ഉറങ്ങുന്നുണ്ട്, സാധാരണ എഴുന്നേൽക്കണമായി എഴുന്നേൽക്കുന്നുണ്ട്, ഇബാദത്ത് ചെയ്യണമൊക്കെ ഉണ്ട്, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുള്ളൂ. അങ്ങനെ അദ്ദേഹം പിന്നെ തുറന്ന് ചോദിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാനിപ്പോ നിങ്ങളെ പിന്നാലെ കൂടി വെറുതൊന്നുമല്ല, ഞാനൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇങ്ങനെ റസൂലിനെ പറ്റി ഇപ്പൊ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാന് ഇങ്ങനെ കണ്ടതുമായി തന്നെ ഞാൻ ഇതിലധികം ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വളരെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമൊന്നും ചെയ്യാതിരുന്നിട്ടുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? എനിക്ക് പ്രത്യേകമുള്ളതായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഗതി 2 കാര്യം. അദ്ദേഹം പറഞ്ഞു, എനിക്കുള്ളതായിട്ട് തോന്നിയ 2 കാര്യം. അത് ഒന്ന്, ഞാൻ ആരെയും വഞ്ചിക്കാറില്ല, ചതിച്ചിട്ടില്ല. 2, എന്റെ ഹൃദയത്തിൽ ഒരാളോടും അസൂയ തോന്നാറില്ല. ഒരാളോടും എന്റെ ഹൃദയത്തിൽ അസൂയ തോന്നാറില്ല. ഇത് പറഞ്ഞപ്പോ അമൃവിലാസ് പറഞ്ഞു, ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് 2 വലിയ കാര്യം തന്നെയാണ്. ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് 2 വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരാളെ ഉയർച്ചയിൽ, ഒരാളെ നേട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ വലിയ അസൂയ തന്നെയാണ്. ഒരാളെ നേട്ടത്തിൽ, ഒരാളെ ഉയർച്ചയിൽ ഭയങ്കര അസൂയ വരുന്നത്. ആ അസൂയ വരാതെ ഇരിക്കുക എന്ന് പറഞ്ഞ് വലിയ കാര്യം തന്നെയാണ്. ഒന്ന് പോകും. അപ്പൊ നിങ്ങളാ പറഞ്ഞ കാര്യം അതന്നെയാണ് നിങ്ങൾ സ്വർഗത്തിൽ ആ റസൂല് പറയാനുള്ള കാരണം എന്നാണ് അമൃതസ്വതന്ത്രങ്ങൾ പറഞ്ഞത്. അപ്പൊ ഹൃദയം സലീമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ ശൈത്താൻ എന്താ പറയും? യുവസ്വീസൊക്കെ സുന്ദരിക്കാൻ ശക്തിയാണ് ശൈത്താൻ ചെയ്യുന്നത്. നമ്മളെ ഒടുക്കത്തിക്കാരാ നരകത്തില് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം പണിയിടും. അപ്പോ ഇനി ശൈത്താൻ ചെയ്യാൻ പോണ പണി എന്താ? അടുത്തത് ശരീരത്തിലേക്ക് ചേർത്ത് അത് പറഞ്ഞത് ശരീരമായ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അസൂയ അങ്ങനെയുള്ള സംഗതികൾ, ഈ രോഗങ്ങളൊന്നും ഇല്ലാത്ത ഹൃദയമാണ്, ആരോഗ്യമുള്ള ഹൃദയമാണ് ശരീരമായ ഹൃദയം, രോഗമില്ലാത്ത ഹൃദയം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ശൈത്താൻ ചെയ്തൊരു പരിപാടി, ഈ ഹൃദയത്തിന്റെ അറകളെല്ലാം അടക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ, സ്വതരിന്റെ ഉള്ളിൽ കുറെ അറകളാണെന്ത് കൽപ്പ്, ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ശൈത്താൻ ചെയ്യുന്ന പണി ഇതിന്റെ ഉള്ളിലേക്ക്, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടക്കണം ചില കാര്യങ്ങൾ. അത് കടക്കാതിരിക്കാൻ വേണ്ടി ആ ഹൃദയ കവാടങ്ങളെ അടക്കും. അറിയുമോ? ഹൃദയ കവാടങ്ങൾ അടക്കും. അതാണ് ഇതുപോ എന്നുള്ള പറഞ്ഞത്. അതാണ് അടുത്ത ഹൃദയവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്.
ത്വബഅൻ 40-ൽ 35 40-ൽ 35 40-ൽ 35 അതൊന്ന് മറിച്ചു 40-ാം അധ്യായത്തിലെ 35-ാമത്തെ ആയത്ത്. കണ്ടോ? ഓതിക്കോട്ടെ. الذين يجادلون സുൽത്താൻ. അത് ശ്രദ്ധിക്കാം. യാതൊരു പ്രമാണങ്ങളുമില്ലാതെ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ തർക്കിക്കാം. അത് വെറുതെ കണ്ടല്ലോ. അപ്പം ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു അടിസ്ഥാനം ഇല്ലാതെ ഒരു പ്രമാണം ഇല്ലാതെ വെറുതെ എന്ത് ചെയ്യാം, തർക്കിക്കാം, വർത്തമാനങ്ങൾ പറയും. ബാക്കി അത് വലിയ അപരാധമാണ് അള്ളാഹിനടുക്കൽ. പിന്നെയോ വഇൻദല്ലദീന വിശ്വാസികളായ ആളുകൾ അടുക്കലും അള്ളാഹുവിന്റെ അടുക്കലും അതൊരു വലിയ അപരാധം തന്നെ, ഇത് തെറ്റാണ്. നമ്മൾ വെറുതെ ചില ആൾക്കാരുണ്ടല്ലോ വെറുതെ ഇങ്ങനെ ന്യായങ്ങളും അന്യായങ്ങളും ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയണമെങ്കിൽ വ്യക്തമായ പ്രമാണം തെളിവില്ലാതെ നമ്മൾ പറയാൻ പാടില്ല. അവിടെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്നല്ല, അവിടെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ തെളിവാണ്, പ്രമാണമാണ്. അതില്ലാതെ നമ്മൾ സംസാരിക്കും. ബാക്കി അപ്രകാരം അള്ളാഹ് എന്താ ചെയ്യാൻ പറയാം, ഹൃദയത്തിന്റെ മേലെ സീല് വെക്കും, ഹൃദയം അടച്ചു കളയും. അപ്പൊ ആ ഹൃദയം അടച്ചു കളയുന്നത് എന്തുകൊണ്ടാണ്, ഏത് ഹൃദയമാണ് അവനുള്ളത്? ബാക്കി വായിക്കും. മുതകബ്ബിറും ജബ്ബാറുമായ ഹൃദയമാണ്. മുതകബ്ബിർ ജബ്ബാർ എന്നൊക്കെ അള്ളാഹ് പറഞ്ഞ പേരാ. അത് ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. മുതകബ്ബിർ എന്ന് പറഞ്ഞാല് അങ്ങേയറ്റത്തെ അഹങ്കാരി. ജബ്ബാർ എന്ന് പറഞ്ഞാൽ നിഷ്ഠൂരൻ എന്ന് പറഞ്ഞാൽ ഒരു ദയയില്ലാത്ത ആൾ, കഠിനമായിട്ടുള്ള അങ്ങനെയുള്ള ഹൃദയത്തൊക്കെ അള്ളാഹ് എന്ത് ചെയ്യും, ശീലം വെക്കും. അള്ളാഹു കാത്തുരക്ഷിക്കാം. അപ്പൊ ഹൃദയത്തിന് ഹൃദയ വിശാലമായ സ്വദറിനകത്തേക്കുള്ള നമ്മുടെ ഹൃദയ കവാടങ്ങളാണ്. ആ ഹൃദയ കവാടങ്ങൾ എന്ത് ചെയ്യും, അത് അടച്ചു കളഞ്ഞാൽ പിന്നെ അതിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞ ഈമാനും തഖ്വയൊന്നും അതിലേക്ക് കടന്നു. അപ്പൊ അതാണ് മുതക്കബിർ അള്ളാന്റെ ഇസ്മുകളിൽ പെട്ടതാണ്. അത് അള്ളാഹുവിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയും കിബർ ആർക്ക് മാത്രമേ പറയുള്ളൂ? അഹങ്കാരം എന്ന സിഫത്ത് ആർക്ക് മാത്രമാണ്? അള്ളാഹ്ക്ക് മാത്രമാണ്. അത് പിന്നെ അഹങ്കരിക്കാൻ മനുഷ്യന് പാടില്ല. അതുകൊണ്ടാണല്ലോ പിന്നെ റസൂൽ പറഞ്ഞത്, ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. ഖുദ്സിയ ഹദീസ് എന്നാൽ അള്ളാഹ് പറയുന്നത് അൽ ഇസ്സു ഇസാരി വൽ കിബ്രിയാഉ റിദാഇ വമൻ യുനാസിഉനി ഫഖദ് അദ്ദബ്ത. അൽ ഇസ്സു ഇസാരി, പ്രതാപം അത് എന്റെ വസ്ത്രമാണ്. പ്രതാപം നടിക്കാന്ന് പറഞ്ഞ അള്ളാഹ് അത് എന്റെ വസ്ത്രമാണ്. വൽ കിബ്രിയാഉ, അഹങ്കാരം എന്നത് റിദാഇ, എന്റെ മേൽവസ്ത്രമാണ്, എന്റെ തട്ടമാണ്, എന്റെ പുതപ്പ്, എന്റെ തട്ടമാണ് എന്റെ കിബ്രിയായി. ഫമൻ യുനാസിഉനി, അതുകൊണ്ട് അതിൽ ആരെങ്കിലും എന്നോട് മത്സരിച്ചാൽ ഫഖദ് അദ്ദബ്തു, ഞാൻ അവനെ പിടിച്ച് ശിക്ഷിക്കും. അപ്പൊ അത് ആർക്ക് മാത്രമാണ്? അസീസ് അല്ലാഹ് മാത്രമാണ്. നമ്മളാരാണ്? അബ്ദുൽ അസീസാണ്. നമ്മൾ അസീസല്ല, അസീസെന്ന് വിളിക്കാൻ പറ്റൂല അവിടുത്തെ. നമ്മളാരും അസീസല്ല. പിന്നെ ആരാണ്? അസീസിന്റെ അടിമയാണ് നമ്മൾ, അബ്ദുൽ അസീസാണ് നമ്മൾ. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്സത്തും കിബ്രിയാവും ഒക്കെ ആർക്ക് മാത്രമാണ്?
റഹ്മാനായ റബ്ബിന് മാത്രമാണ്. ഇത് ആരെങ്കിലും മത്സരിച്ചാൽ ഞാൻ അവനെ കുറിച്ച് സൃഷ്ടിക്കുന്നതാണ്. അപ്പം ഹൃദയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പം ഇത് ഭയങ്കരമായ ഡേഞ്ചർ അവസ്ഥയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉള്ളിലേക്ക് ഒരു മുദ്ര വെക്കും. ഇതിന് വേറൊരു വാക്കാണ് ചിത്തം, അത് വരേണ്ടി വരും. അത് വന്നു കഴിഞ്ഞാൽ എന്താവും? ഒന്നും കണ്ട ചെയ്യാനും പറ്റില്ല, ഒന്നും പുറത്തേക്ക് ഉള്ളിലേക്കൊന്നും പ്രവേശിക്കില്ല, പുറത്തേക്കൊന്നും പോകില്ല. അങ്ങനത്തെ അവസ്ഥ. ഇനി അടുത്തത് അൻപതിൽ 33 കൽബുൻ മുനീർ. കൽബുൻ മുനീർ 50-33. ഇനി അവിടെ ഒരു കോമട്ടിട്ട് 37 കൂടി എഴുതിക്കാൾ. 37 കൂടി എഴുതിക്കാൾ. ആ 30ഉം പിന്നെ 33 കൂടി. 33, 37 അത് മറിച്ചു 50 കാഫാണ്. അത് നോക്കിക്കോളി. 30 മുതലുള്ള ആയത്ത് 36 വരെ. 30 മുതൽ. മനുഷ്യന്റെ ജീവിതത്തിൽ 37 36 വരെകളായി 37ാമത്തെ നിങ്ങൾ എഴുതിയാൽ നോക്കാം, ആറ്റിലില്ല. ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതിനെ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കൊതിക്കുന്ന ഹൃദയത്തിൽ ഇങ്ങനെ നിറച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന നമ്മളെ കുറേ കാലമായിട്ടുള്ള സ്വപ്നം എന്നൊക്കെ നമ്മൾ പറയും. നമ്മളെ വലിയ ആഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ?
അങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദുനിയാവിലെ പല കാര്യങ്ങളായിരിക്കും അങ്ങനെ ഉണ്ടായി. നമ്മുടെ ഹൃദയം നിറയെ അങ്ങനെ ദുനിയാവിലെ കുറേ കാര്യങ്ങൾ, അത് നമ്മുടെ സ്വപ്നം, നമ്മുടെ ആഗ്രഹം, കുറേ കാലമായിട്ട് നമ്മൾ പൊതിക്കണ കാര്യങ്ങൾ, കുറേ വർഷങ്ങളായിട്ടിൻ്റെ ഒരു സ്വപ്നമാണെന്നൊക്കെ നമ്മൾ പറയും പല കാര്യത്തെ പറ്റി. അങ്ങനെ പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും, ഞാൻ ഈ പറഞ്ഞ ഞാനും ഈ കേൾക്കണ നിങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുക അതൊക്കെ എന്തായിരുന്നു എന്നുള്ളത്. അതൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകും. എനിക്കുള്ളതാവും ഇതൊക്കെ ഉണ്ടാകും, എനിക്കുള്ളത് വേറെ ഉണ്ടാകും. ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും നാട്ടിൽ പോകാനായിരിക്കും, ഒരു രാജ്യം കാണാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം, ജോലിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഈ ആയത്തിൽ അല്ല പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് പറയണം. ആ ആഗ്രഹം അത് പൂവണിയുന്ന ഒരു സമയമാണ് ഈ ആയത്ത്. അതാണ് ശരിക്കും അർത്ഥം ചിന്തിച്ച് പഠിക്കുമ്പോൾ ഈ കാര്യം മാത്രമല്ല, നമ്മളാണെങ്കിൽ നമ്മളും കരയും, പൊട്ടിക്കരയും. ആഗ്രഹം നടക്കുന്ന സമയമാണ്, ആഗ്രഹം നടക്കുന്ന സമയം. സ്വർഗത്തിന്റെ മുന്നിലെത്തിയിട്ട് കാരണം നമ്മുടെ അഭിലാഷം അതാണ്, മുഅ്മിനിന്റെ ആഗ്രഹതാണ്. ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നമ്മൾ കുതിക്കണതാണ് ആ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ഒരു മിനിറ്റ് ആലോചിക്കുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടോ ചിന്തിക്കുക. ഇപ്പൊ സ്വഹാബികൾ ഇപ്പൊ ഈ ആയത്തുകൾ കേട്ടപ്പോ നമ്മളൊക്കെ എന്താ പറഞ്ഞത്? ഇവിടെ ഇങ്ങനെ ഈ ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ നമ്മൾ പറഞ്ഞത് ഈ ആയത്ത് കേട്ടപ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്ന എന്ന് പറഞ്ഞു, അല്ലെ? പറഞ്ഞേ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആ പ്രവേശിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കിട്ടുന്ന രംഗാണ് ഇത്. ഖുർആൻ ഈ സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലത്തും പറയുന്നുണ്ട്. സലാം എന്ന് പറഞ്ഞതിനെ വിശദമായിട്ട് സൂറത്ത് സുമറിന്റെ അവസാന ഭാഗത്തൊക്കെ പറയുന്നുണ്ട്. സുമറിന്റെ അവസാന ഭാഗം കുറച്ചൊക്കെ ഉണ്ട്, അവിടെ ഇതേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ കുറച്ചും കൂടി വിശദമായിട്ടാണ് പറഞ്ഞത്, ഇതിനേക്കാളും കുറെ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഇതില് പറയുന്നേ ഉള്ളൂ. അവിടെ മലക്കളാണ് പറയാ, സലാം മലക്കളാണ് പറയാ, കടന്നുള്ളത് മലക്കളാണ് പറയാ എന്നൊക്കെ അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഈ സലാമിന് മാത്രം എത്തിക്കുത്തും എന്ന് പറയും എന്നൊക്കെയുള്ള വാക്കുകൾ അവിടെ അല്ലാഹു സുമറിൽ ചേർത്ത് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ ആയത്തുകളൊക്കെ ഓടുമ്പോൾ സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ ചോദിക്കണം. നരകത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹിനോട് രക്ഷ ചോദിക്കുമ്പോൾ ഇവിടെ രണ്ടും പറഞ്ഞു. കാരണം എന്താണ്? നരകത്തു നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാലാണ് സ്വർഗത്ത് പോവുക. അത് ഖുർആന്റെ പ്രയോഗമാണ്. ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കുന്നല്ല, മരണത്തിന്റെ ടേസ്റ്റ് ആണ്, രുചിയാണ്. അതിന് പലതുണ്ട്. നമ്മളെ മരിക്കുമ്പോഴുള്ള വേദന മാത്രമൊന്നുമല്ല, അതിന് ഒരുപാട് മരണത്തിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ മരിച്ചാലും ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നത്, എന്റെ മരണത്തിന്റെ ടേസ്റ്റ് വേറെ കുറെ ആൾക്കാർ അനുഭവിക്കും. എന്റെ മരണത്തിന്റെ ടേസ്റ്റ് ഒരാൾ മരിച്ചാൽ ആ മരണത്തിന്റെ രുചി പലരും എന്ത് ചെയ്യും? അതാണ്. കാരണം എന്താ പറയുക, വിചാരിക്കുക പോലും ചെയ്യൂല, അല്ലെ? അങ്ങനല്ലേ? ഇപ്പോ അഹമ്മദാബാദിൽ വിമാനാപകടം നടന്നപ്പോലെ ഒരു ഡോക്ടർ അയാളെ കുടുംബമായിട്ട് പോവുകയാണ്. ഡോക്ടർ അയാളെ കുടുംബം, അയാളെ ഭാര്യ, അയാളെ മക്കളെല്ലാവരും ഉണ്ട്. എന്നിട്ട് വിമാനത്തിലേക്ക് കയറുമ്പോൾ അയാൾ സെൽഫി എടുത്ത്, വിമാനത്തിന്റെ ഉള്ളിൽ നിന്ന് സെൽഫി എടുക്കണ്ടേ, അയാൾ പറയുന്നതാ ഇയാള് ഭാര്യ അവിടെ കുടുംബത്തിന്റെ ഒരു ജോലി റെഡിയാക്കി മക്കളൊക്കെ അവിടെ ചേർത്ത്, എന്നിട്ട് അയാൾ പറഞ്ഞത് എന്താണ്? ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നതാണ്. ഞങ്ങളൊരു പുതിയ ജീവിതം ന്യൂ ലൈഫ് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്താക്കിയത്? അയാള് ഒരു ക്ലിപ്പിട്ട് കുടുംബത്തിനൊക്കെ മെസ്സേജ് അയച്ചു കൊടുത്തു. ആ പുതിയ ജീവിതം മരണാനന്തര ജീവിതം. നമ്മളൊക്കെ അങ്ങനെ ഒരു പുതിയ ജീവിതത്തെ കാത്തിരിക്കുന്നവരാണ്. ഒരു പുതിയ ജീവിതം നമ്മളെ മുന്നിലുണ്ട്. എല്ലാ മാസവും 2 തവണ നമ്മൾ ഇരിക്കണമെന്ന് എന്തിനാണ്? അവിടേക്ക് വല്ലതും ഉണ്ടാക്കാനും. അത് നമുക്ക് വേണ്ടതാണ്. മാസത്തിൽ 2 തവണ ഒരു അരമണിക്കൂർ കിട്ടുന്നത് പോലും നമുക്ക് വേണ്ട. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മള് മുസ്ലിമാണ്, നമ്മൾ മുസ്ലിമായിട്ട് ഇസ്ലാമിന്റെ പേരിൽ അഭിമാനം കൊള്ളും, ഇസ്ലാമിന്റെ പേരിൽ ഭയങ്കര കുറ്റം കൊള്ളും എന്നൊക്കെ. പക്ഷെ നമുക്കതൊന്നും വേണ്ട. അപ്പോ അള്ളാഹ് പറഞ്ഞത് എന്താണ്? ഒരു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണം. അത് കഴിഞ്ഞാൽ പിന്നെ യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ,
നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആദ്യം അതാ പറഞ്ഞത്, എന്നിട്ടാണ് അത് പറഞ്ഞത് അവൻ സൂസിയാനോ ഉദ്യത്തിലൻ, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. അപ്പൊ ആദ്യം നരകത്തിൽ കഴിച്ചിട്ടാണ്. അപ്പൊ ഈ നമ്മൾ ഈ കേട്ട കാഫിലെ ആയത്തുണ്ടല്ലോ, സൂറത്ത് കാഫിന്റെ പ്രത്യേകത അറിയാം. സൂറത്ത് കാഫിന്റെ പ്രത്യേകത എന്താ? സൂറത്ത് കാഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സ്വഹാബികൾ പറയാണ്, ഞങ്ങൾ ഈ സൂറത്ത് കാണാതെ പഠിച്ചത് റസൂലിന്റെ പുതുവേന്നാണ്, മിമ്പറെന്നാണ്. ഞങ്ങൾ ഈ സൂറത്ത് കാണാതെ പഠിച്ചത് റസൂലിന്റെ മിമ്പറയിൽ വെച്ചാണ്. അപ്പൊ എന്തായിരിക്കും? റസൂല് എല്ലാ പുതുകയും ഇടക്കിടക്ക് പലപ്പോഴും ആവർത്തിച്ച് എന്ത് പറഞ്ഞു? ഈ സൂറത്ത് കാഫ് വായിച്ചിട്ട് ഒരുവിട്ട് നമ്മൾ സൂറത്ത് കാഫിന് ആദ്യ ഭാഗത്തുള്ള ആയത്തിൽ നിങ്ങൾ വായിച്ചോ. അത് ഭയങ്കരമാണ്. അത് വല്ലാത്തൊരു ശൈലിയാണ് ആ സൂറത്തിനുള്ളത്. ആദ്യമൊക്കെ മരണത്തെക്കുറിച്ച് പിന്നെ കാഫിന്റെ ആദ്യ ഭാഗത്ത് മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനുള്ള ഓട്ടത്തെക്കുറിച്ചും നിങ്ങൾ ഏതൊരു കാര്യത്തിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ ഏതിനെയാണ് നിങ്ങൾ നിഷേധിച്ച് തള്ളുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കുക. ആ ചോദ്യത്തിൽപ്പെട്ടതാണ് നമ്മൾ ഈ ഓദ്യ ആദ്യത്തെ ആയത്ത്. ആയത്ത് ഫസ്റ്റ് യൗമനഖൂലു ലിജഹന്നമ ഹലിം തലക്. ഒരു ദിവസം നാം നരകത്തോട് ചോദിക്കുന്ന ദിവസം, ഹലിം തലക്, മതിയോ, നിറഞ്ഞോ, നിറഞ്ഞില്ലേ, ഇങ്ങനെ ഫുള്ളായില്ലേ, നരകത്ത് വരാൻ പോകുന്ന ചോദ്യമാണ് നരകത്തോട്. അപ്പൊ നരക ഹലിം മസീദ്, ഇനി ആരെങ്കിലും ഉണ്ടോ പോന്നോട്ടെ, ഹലിം തലക്. എന്താ പറഞ്ഞത്? നാം മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നിങ്ങൾ ജിന്നത്തിൽ നിറക്കുക തന്നെ ചെയ്യും. നിറക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ ആ വാക്കാണ് സ്ഥിരപ്പെട്ട വാക്ക്. ഖൗലുൽ ഹഖ് എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞ വാക്കാണ്. നരകം നിറക്കും. അപ്പൊ അള്ള ചോദിക്കാൻ നിറഞ്ഞോന്ന്, ഇനി വേണോന്ന്. അപ്പോ ഈ ആയത്ത് കേട്ടപ്പോ നമ്മൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലേ? എന്നിട്ട് അതിനുശേഷം അടുത്ത എന്താണ്? നരകത്തെ രക്ഷപ്പെട്ടു. എവിടേക്ക് പോണം? ആര്? മുത്തഖീങ്ങൾ. ആരാ മുത്തഖീങ്ങൾ? വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. അവരാണ് ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ് മുത്തഖീൻ. അവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടും. ദൂരല്ലാതെ. അപ്പൊ ഈ ആയത്ത് കണ്ടപ്പോൾ നമ്മൾ ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത്തൽ ഫിർദൗസ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. മാത്രമല്ല വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വ അമൽ, അതിലേക്ക് അടുപ്പിക്കുന്ന വാക്കും പ്രവർത്തിച്ചു. ബാക്കി ഇതാണ് അവ്വാബും ഹഫീബുമായ ഓരോരുത്തർക്കും നാം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവ്വാബ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം താഴ്മയോടെ മടങ്ങാം. ഹഫീബ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാവുക. അതാണ് ഹഫീബ്. ഒരു സൂക്ഷ്മത ജീവിതത്തിൽ ഉണ്ടാകുക. തോന്നിയ പോലെ ജീവിച്ച് നേരം പെടുന്ന വൈകുന്നേരമാവില്ല. ജീവിതത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാവും. എനിക്ക് എന്തൊക്കെ പറയാം, എനിക്ക് എന്തൊക്കെ ചെയ്യാം, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഞാൻ എങ്ങനെ ആവണം, അങ്ങനെ ഒരു സൂക്ഷ്മത ഉണ്ടാവുക. ആ സൂക്ഷ്മതയുള്ള അങ്ങേയറ്റ താഴ്മയോടെ മടങ്ങി എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണ്. പിന്നെ പരമകാരുണികനായ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെട്ടവരാണ്. അല്ലെ, ഈ പേടിയൊന്നും മുന്നിൽ കാണുന്ന സാധനത്തിനെ പേടിച്ചിട്ടില്ലല്ലോ. ആണോ? അല്ല. ഒരു പോലീസിനെ, പട്ടാളത്തെ, നിയമത്തെ അങ്ങനെയല്ലല്ലോ അള്ളാനെ പേടിച്ചത്. ആണോ? അങ്ങനെയാണോ?
ഹെൽമെറ്റ് ഇടാതെ പോയാൽ പോലീസ് ഉണ്ടാ കൈ കാട്ടും, ഫൈൻ വരും, ശിക്ഷ വരും, ശിക്ഷിക്കപ്പെടും, പട്ടാളുണ്ട്, പോലീസ് ഉണ്ട്, അല്ലെ? അങ്ങനെ ഒന്നുമല്ലല്ലോ ഭക്ഷണം. അള്ളാനെ പഠിച്ചത് വൈബായിട്ടാണ്. അദൃശ്യരായ അള്ളാനെ, കാണാത്ത അള്ളാനെ പിടിച്ചു. അവൻ കഷിയ റഹ്മാനബിലെ, അത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. കാരണം നമ്മളാരും കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല പഠിച്ചത്, എന്നാലും നമ്മൾ പേടിക്കുകയാണ്. പഠിച്ചത് ശിക്ഷ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. കഷിയ റഹ്മാനബിലെ വൈ അതിനെന്ത് വേണം? ഖുശൂ ആർക്കാ കിട്ടാൻ ബാക്കി? ഖുശൂ കിട്ടുന്ന ആളാരാണ്? കൽബിൻ മുനീബായ ഹൃദയത്തോടു കൂടി വന്നു. അപ്പൊ അടുത്തത് കൽബ് മുനീബാണ്. എഴുതിനാണ് കൽബിൻ മുനീബ് എന്ന് എഴുതിനാണ്. അങ്ങനെയുള്ള മുനീബായിട്ടുള്ള ഇനാപത്തുള്ള മുനീബായ ഒരു ഹൃദയം, ആ ഹൃദയത്തോടു കൂടി മടങ്ങിയവരാണ് നാളെ രക്ഷപ്പെടുക. ബാക്കി മുനീബ് എന്ന് പറഞ്ഞാല് പിന്നെ അള്ളാഹുലേക്ക് മടങ്ങുക, ഖേദിച്ചു മടങ്ങുക, അങ്ങേറ്റത്തെ മുനീബ് എന്ന് പറഞ്ഞാൽ മടങ്ങുന്ന ഹൃദയം, അള്ളാഹുലേക്ക് മടങ്ങുന്ന ഹൃദയം, അതാണ് മുനീബായ ഹൃദയം. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞത്, ഒരാളെ മനസ്സ്, ഒരാളെ ഹൃദയം നിറയെ ഭൗതികമായ കുറേ കാര്യങ്ങളാണ്. അങ്ങനെ അയാൾ അത് കണ്ട് കേട്ട്, അയാൾക്ക് സംഗീതമാണ് ഇഷ്ടം, മ്യൂസിക്കാണ് ഇഷ്ടം, ഡാൻസും പാട്ടും ഇതൊക്കെയാണ് അയാളെ ജീവിതം. അങ്ങനെയാണ് ടിവിയും സീരിയലും സിനിമയും ഇതൊക്കെ ആയിട്ട് ജീവിച്ച ഒരാളാണ്. അങ്ങനെ പോണ ഒരാള് അയാളെ മനസ്സ് നിറച്ച് ഹൃദയം നിറയതാണ്. അയാൾ മുനീബായി നേരെ തിരിഞ്ഞു, എവിടേക്ക്? അള്ളാഹുലേക്ക് തിരിഞ്ഞു. അപ്പം അയാൾ പിന്നെ കേൾക്കുന്ന ഖുറാനാണ്, ഖുറാന്റെ ആയത്തുകളാണ്, വെറൈറ്റി ഖിറാത്തുകളാണ്. അല്ലെങ്കിൽ അത് നല്ല ഖിറാത്തുകൾ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഖിറാത്തുകൾ ഇങ്ങനെ കേട്ടാൽ കരയും, ഊത്ത് കേട്ടിട്ട് അദ്ദേഹം കരയും, ഖുറാൻ പഠിക്കും, അർത്ഥം മനസ്സിലാകും. അങ്ങനെ ഇത്ര സൂക്ഷ്മത പാലിച്ചു. അങ്ങനെ നേരെ മടങ്ങിയ, മനസ്സിലായി? അങ്ങനെ മടങ്ങുന്ന ഹൃദയം. ഇങ്ങനെ ശൈത്താൻ വില വിശ്വാസം ഉണ്ടാക്കുക നമ്മളെ വിഷയമാണ്. അവിടുന്ന് പോകരുത്, മടങ്ങാൻ സമ്മതിക്കുക, മടങ്ങാൻ സമ്മതിക്കുക ശൈത്താൻ. അതാണ് യുവസ്വി. അവിടെ തന്നെ മൂപ്പര് ഉള്ളിലേക്ക് കടക്കണ്ട, അതിന്റെ ആ സതിൽ തന്നെ ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അവിടെ നിൽക്കണം. അവിടെയാണ് വിശ്വാസം ഉണ്ടാക്കുക. മടങ്ങാൻ സമ്മതിക്കുക, എത്ര ശ്രമിച്ചാലും മടങ്ങാൻ സമ്മതിക്കുക. അപ്പൊ അതിനെ ഭേദിച്ചിട്ട് പോണം. അതിനാരെ സഹായം ആവശ്യം? അതാണ് സൂറത്തുൻ നാസ്. കാരണം അതിൽ അവിടെ സദറിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് കിടക്കൂല. അതെത്ര ഇതിപ്പോ ഒന്നും കൂടി അതിന്റെ ബാക്കി വായിച്ചാൽ, അതിന്റെ തൊട്ടടുത്ത ആയത്തും കൂടി വായിച്ചാലും കിട്ടും. എനിക്ക് റാത്ത് കൂടെ ലിമൻ കാന ലഹു ഖൽബുൻ. ഇപ്പൊ പറഞ്ഞതൊക്കെ ആർക്കാണ്? ലിമൻ കാന ലഹു. ആയത്ത് വായിക്കങ്ങളെ ഈ അതിന് മുമ്പുള്ളത് അതല്ല, അതിന് മുമ്പ് ഈ പറഞ്ഞതിലുണ്ട് എന്ത്? ലിക്റയുണ്ട്. കൽബുള്ളവൻ. ഏത് പറഞ്ഞത്? ഇപ്പറഞ്ഞതിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മേലെ പറഞ്ഞ കാര്യം അല്ലെ? അത് കിറാത്ത് കേട്ടപ്പം കരഞ്ഞില്ലേ? കിറാത്ത് കേട്ടപ്പോ മനസ്സ് നൊമ്പരപ്പെട്ടില്ലേ? മനസ്സ് പടഞ്ഞില്ലേ? കണ്ണ് നിറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാ? ഈ ഹൃദയത്തിൽ പറഞ്ഞ കാര്യം ഉള്ളതുകൊണ്ടാണ്. ഹൃദയം സീല് വെക്കാതെ ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞ ആ ഈമാനും തത്വയൊക്കെ ഉള്ളതുകൊണ്ടാണ്. ലിമൻ കാന ലഹു ഖൽബുൻ. കൽബുള്ളവന് ഇതിലൊക്കെ ദിക്റുണ്ട്. കൽബുള്ളവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൽബില്ലാത്തൊരാരും ഉണ്ട് അവിടെ, എല്ലാവർക്കും കൽബില്ലേ. അപ്പൊ കൽബുള്ളവൻ, ഇതാണ് തദബ്ബുറാനുള്ളത്. കൽബുള്ളവൻ എന്ന് പറഞ്ഞാൽ കൽബിൽ ഈ മേലെ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളവർക്ക്, അവർക്ക് ഉത്ബോധനമാണ് ഏത്? ഖുറാനിലെ ആയത്. ഈ പറഞ്ഞ ഖുറാൻ, ഈ സൂറത്ത് കാഫ്, ഈ കാഫ് ഉൾക്കൊള്ളുന്ന ഖുറാൻ, ആ ഖുറാൻ ഉത്ബോധനം ഹൃദയമുണ്ട്. അപ്പം ശൈത്താൻ അവിടെ ഇരിക്കും, ഖുറാന്റെ തടസ്സാക്കി നിൽക്കും. മുസ്തഖീം എന്താ? തൻസീലൻ അസീസ് റഹീം.
ഖുർആൻ ഹക്കീം ഇന്നക മിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ആ മുസ്തഖീം എന്താണ്? തൻസീലൻ അസീസുർ റഹീമായ അല്ലാഹ് ഇറക്കിയ സിറാത്തുൽ മുസ്തഖീം ഖുർആൻ. അവിടെ ഇരിക്കും. രക്ഷപ്പെടുന്ന ആരാന്നറിയോ? ഖുർആൻ പഠിക്കുന്നത്, ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള, ഇഷ്ടപ്പെടുന്നത്, അതിലേക്ക് കടന്നു വരുന്നവരൊക്കെ രക്ഷപ്പെടും. അത് അവിടെയാണ് ശൈത്താൻ ഇരിക്കുക. അപ്പൊ ലിമൻകാലഹു കൽബ്, ബാക്കി ഒരു വാക്ക് കൂടി ഉണ്ട്, അത് പ്രസക്തമാണ്. അത് വല്ലാത്തൊരു വാക്കാട്ടത്. എന്താ അതിന്റെ അർത്ഥം കൊടുത്ത്? തഫ്സീർ എന്താ അർത്ഥം കൊടുത്ത്? അൽക്കസമ, അതിന് സാക്ഷിയായി ഷഹീദ് കേൾക്കണം. ഷഹീദ് അവൻ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അൽക്കസമ ചെവി കൊടുക്കുക. അൽക്കമ ഇടുക. കേറിയിട്. എങ്ങനെ? ആ മനസ്സാന്നിധ്യത്തോടെ. അതാണ് ഷഹീദ്. മനസ്സാന്നിധ്യത്തോടെ ചെവി കൊടുത്ത് കേൾക്കുന്നവൻ. അതെങ്ങനെ ഉണ്ടാകുക? മനസ്സാന്നിധ്യത്തോടെ ചെവി കൊടുത്ത് കേൾക്കുന്ന എപ്പോഴായിരിക്കും സ്മരിക്കുക? കഥ പുരിയപ്പെടല്ലേ? ആണോ? മനസ്സാന്നിധ്യത്തോടെ ഇരുന്ന് കേൾക്കല് നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോഴല്ലേ. അതല്ല മനസ്സ് വളരില്ലാതെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിട്ട്. ഇപ്പൊ വെള്ളിയാഴ്ച കുത്തുബ വെക്കണം, നമുക്കൊന്നും തിരിയില്ല. അറബിയിലെ കുത്തുബയാണ്, അറബിയാണ്. അറബി നമുക്കൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ ശ്രദ്ധ എവിടെയാലോ നല്ല ഉപദേശമാണ് കൊടുക്കണത്. അറബിയിൽ നല്ല ഉപദേശമാണ് കൊടുക്കണേ, പക്ഷെ അറബി അറിയില്ല. അപ്പൊ നമ്മൾ എവിടെക്കാലം നമ്മളെ മനസ്സ് വേറെ എവിടെയാണ്. ഉറക്കം വരും, ഉറക്കം തൂക്കും അല്ലെ. ഇപ്പൊ ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കാണ്, ആയത്ത് ഖുർആനൊന്നുമില്ല. ഞാൻ അങ്ങനെ വെറുതെ പ്രസംഗിക്കുകയാണെങ്കിൽ മലയാളം അറിയാത്തവരും കഴിയും, അവിടെ ഉറങ്ങും അല്ലെ. എന്നാൽ ഖുർആൻ മലയാളം അല്ല, എന്നാലും ഖുർആൻ അറിയാം. ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു വശം ഉണ്ടാവും. അപ്പൊ മനസ്സാന്നിധ്യത്തോടെ കേൾക്കുന്ന ഹൃദയമുള്ള എല്ലാവർക്കും ഇതിൽ ബോധനമുണ്ട്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ടാണ്. ഖുർആൻ പഠിതാക്കളൊക്കെ കാണാം. കാര്യം ഇത് നമുക്ക് എല്ലാവരോടും എപ്പോഴും പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കും ഉപകാരപ്പെടാം. നിങ്ങൾ ഖുർആൻ ക്ലാസ്സിലേക്ക് ഒരാളെ വിളിക്കുമ്പോൾ ഈ ആയത്തിനൊക്കെ കോട്ട് ചെയ്യാം. മനസ്സാന്നിധ്യത്തോടെ ഹൃദയം തുറന്ന് കേൾക്കാൻ തയ്യാറാകുന്നവർക്കാണ് ഖുർആന്റെ ബോധനം. അപ്പൊ ആ പറഞ്ഞ കാര്യം എന്താണ്? മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗമുണ്ടെന്നാണ്, അതല്ലാത്തവർക്ക് നരകമുണ്ടെന്നാണ്. ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട്, ഹൃദയവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. കുറെ വിശേഷണങ്ങളും കൂടി പഠിക്കാനുണ്ട്. ഓരോന്നും ഓരോ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് നൽകുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതിനേക്കാൾ കാര്യങ്ങൾ, ഈ എണ്ണത്തേക്കാൾ കാര്യങ്ങൾ കൽബുമായി ബന്ധപ്പെട്ട് തന്നെ അള്ളാഹ് പറയുന്നുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അമലാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗ കവാടത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന് മലക്കുകൾ സലാം പറഞ്ഞ് ആശീർവാദം തന്ന് സ്വർഗത്തിലേക്ക് കടന്നോളൂ സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് കടക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സമയത്ത് അൽഹംദുലില്ലാഹി സദഖന വഔറസന അൽ-അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാഅ വനിഅമൽ അമലി എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ, നമ്മുടെ മക്കളെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും പരിശുദ്ധ ഖുർആനിന്റെ തമിഴിലേക്ക് വരാനുള്ള ഒരു നല്ല മനസ്സ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിലേക്കുള്ള വിളിക്ക് ഉത്തരം നൽകുന്നവരാകാൻ നമ്മുടെ മാന്യ സഹോദരങ്ങൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് അള്ളാഹു അവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മഹാഭാഗ്യം നൽകി അവരെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا